ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി ഹെയർ ഡേ ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. കണ്ടില്ലേ, അതിൻ്റെ ഒരു കളറ് തന്നെ കണ്ടില്ലേ. നമുക്ക് 100% റിസൾട്ട് നൽകുന്ന നല്ലൊരു അടിപൊളി ഹെയർ ഡേ ആണ്. നമുക്ക് മുടി കറുപ്പിക്കാൻ മാത്രമല്ല, മുടി നന്നായിട്ട് വളരാനും വളർന്നു വരുന്ന മുടികളൊക്കെ നല്ല ഹെൽത്തിയായും നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ ഡേ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. നരയൊക്കെ വന്നു തുടങ്ങുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ പെട്ടെന്ന് പോയി കെമിക്കൽ ഡൈ ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അതേസമയം നമ്മൾ അതുപോലെ ഡൈ ഒക്കെ യൂസ് ചെയ്താൽ നമ്മുടെ ബാക്കി മുടി കൂടി പെട്ടെന്ന് നരച്ചു പോകും. എന്നാൽ ആ ടൈമിൽ നമ്മൾ ഇതുപോലെ നാച്ചുറൽ ഡൈകളാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടും കിട്ടും കേട്ടോ. അതുപോലെ തന്നെ കെമിക്കൽ ഡൈ യൂസ് ചെയ്യുന്നവർക്ക് നാച്ചുറൽ ഡൈ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടാനും പാടാണ്. അപ്പോൾ നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ മുടിക്ക് ഏറ്റവും ബെറ്റർ ഇതുപോലുള്ള നാച്ചുറൽ ഡൈകളെ യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഡൈ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഹെയർ ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1.5 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നമ്മളെടുത്ത് ആ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 സ്പൂൺ അളവിൽ തേയില ചേർത്ത് കൊടുക്കാം കേട്ടോ. ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് പകുതിയായി വരണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ തേയില വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. നല്ല ഡാർക്ക് കളറിലാട്ടോ നമ്മുടെ തേയില വെള്ളം ഇരിക്കുന്നത്. അത് ഓരോ തേയിലയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള തേയില വെള്ളമൊക്കെ ആണെങ്കിൽ ഇതുപോലെ തന്നെ നല്ല ഡാർക്ക് കളറിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് അരിച്ച് ഒഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തേയില വെള്ളം ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇരുമ്പിൻ്റെ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ അളവിൽ നമുക്ക് നീലയമരിയുടെ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 സ്പൂൺ പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ അതിനനുസരിച്ച് നമുക്കിതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതോടെ നല്ലപോലെ കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇരിക്കുന്നത്, തിക്കായിട്ടല്ല ഇരിക്കുന്നത്. അത് സാരമില്ല, നമ്മളിത് ഓവർനൈറ്റ് വെച്ചേക്കാണ്. ഇനി ഇത് രാവിലെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ആ എടുക്കുന്ന ടൈമിൽ നമ്മളിതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് ഓവർനൈറ്റ് ഇതുപോലെ തന്നെ വെച്ചേക്കാം കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇൻഡിഗോ പൗഡർ വാങ്ങുന്ന ടൈമിൽ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ഇൻഡിഗോ പൗഡർ നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്ന ഇൻഡിഗോ പൗഡർ ഞാൻ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുത്തതാണ് കേട്ടോ. നീലയമരി ഇല ഉണക്കി പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ബ്രാൻഡ് നമ്മൾ വാങ്ങുക. ഇല്ലെങ്കിൽ ചില വീടുകളിലൊക്കെ ഇപ്പോൾ ഇൻഡിഗോ പൗഡറൊക്കെ ഉണക്കി പൊടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മൾ വേറെ ഒരു പാത്രത്തിൽ വെച്ചാലും നമുക്ക് ഇതിൻ്റെ ഫുൾ റിസൾട്ട് കിട്ടില്ല. നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 100% നമുക്ക് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടി തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചേക്കാം. നമ്മളിത് ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെ നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ രാത്രി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹെയർ ഡൈ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഇത് തയ്യാറാക്കി വെച്ചപ്പോഴേ കുറച്ച് ലൂസായിട്ടായിരുന്നു കേട്ടോ ഇത് തയ്യാറാക്കി വെച്ചിരുന്നത്.
അപ്പോൾ അതോടെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴിത് ഇരട്ടി റിസൾട്ടായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബദാം കരിച്ച് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഹെയർ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു അടിപൊളി ഹെയർ ഡൈ ആണ് കേട്ടോ. കണ്ടോ, നല്ല ബ്ലാക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കുറച്ച് ലൂസായിട്ടാണ് തോന്നുന്നതെങ്കിൽ നമുക്ക് നീലയമരി നമ്മൾ എടുക്കുന്ന ടൈമിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ബദാം പൊടിച്ച് ചേർക്കുന്ന ടൈമിൽ അത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കുളിക്കുന്നതിന് മുന്നേ നമ്മൾ നന്നായിട്ട് തല ഷാമ്പു ചെയ്ത് കഴുകി ഡ്രൈ ആയ മുടിയിൽ വേണം ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. തലയിലൊട്ടും എണ്ണമയം പാടില്ല. നമ്മൾ ചില ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എണ്ണ കൂടി മിക്സ് ചെയ്ത് തേക്കാമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ എണ്ണമയം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഹെയർ ഡൈ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ചില ഹെയർ ഡൈകൾ നമ്മൾ തലമുടി നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ടൈമിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലൊരു ഹെയർ ഡൈ ആണിത്. നമ്മൾ മുടി നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതായത് നമ്മുടെ മുടിയിലൊട്ടും എണ്ണമയം ഉണ്ടാകാൻ പാടില്ല. നമ്മളൊരു 2 മണിക്കൂർ നേരം ഇതൊന്ന് തലയിൽ വെച്ചേക്കണം. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്ന ടൈമിൽ നമുക്കിത് നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. ഷാമ്പു ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് തരുന്നൊരു ഹെയർ ഡൈ ആണ്. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ ഇത് ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് അത്രയും റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അല്ല ഇരുമ്പിൻ്റെ ചട്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അടികട്ടിയുള്ള നല്ലൊരു വേറൊരു പാത്രം എടുത്താലും മതി. പക്ഷേ അതിലൊരു ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു കഷ്ണം നമ്മളിട്ട് വെച്ച് കൊടുത്താൽ മതി. പക്ഷേ എന്നാലും അത് ഇത്രത്തോളം ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഇരുമ്പിൻ്റെ ചട്ടി തന്നെയാണ് എന്തുകൊണ്ടും ബെറ്റർ കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്